ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നത്. ഞാൻ രാവിലെ മുതലേ ഇല്ല വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അമ്മേനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിനി അമ്മേനെ രാവിലെ വിളിക്കണമെന്ന്. കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിലേക്ക് പോവേന്നേ. അപ്പം രാവിലെ മുതലേ ഇല്ല വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാൻ എണീക്കാൻ കുറച്ചധികം ലേറ്റായിപ്പോയി. അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിനി, പക്ഷേ എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിട്ട് രാവിലെ തന്നെ നല്ല മഴയാണെന്നുണ്ടായത്. ഇന്ന് ഞാനും കുഞ്ഞാവെ അമ്മയും കൂടി ഡ്രസ്സ് മാച്ചാന്നേ. മൂന്നാളും യൂണിഫോം ഇട്ട പോലെയാണ് ഇപ്പോൾ ഇല്ലേ. ഈ ഡ്രസ്സ് മുന്നേ അച്ഛൻ വിഷുവിൻ്റെ സമയത്ത് എടുത്തന്നെയാന്നേ. എനക്കും കുഞ്ഞാവക്കും അമ്മക്കും ഒരുപോലത്തെ ഡ്രസ്സ്. കുറേ പേര് എന്നോട് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിനി ഞാൻ മുന്നേ ഈ ഒരു ഡ്രസ്സ് ഇട്ട സമയത്ത്. ഇത് അച്ഛൻ ഓൺലൈനായിട്ട് എടുത്തതല്ല, നാട്ടിൽ നിന്ന് ഇടുന്നോ കോഴിക്കോട് നിന്നായിട്ട് എടുത്തതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാൻ അമ്മേരെയും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അമ്മ റെഡി ആയിട്ടില്ല. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അത്രേ. ഞാൻ നേരത്തെ റെഡിയായി. അപ്പം അമ്മ പറഞ്ഞു ഞാൻ റെഡി ആയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ടൈം കുറേ വൈകു. രാവിലെ എണീച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മളെ നാട്ടിൽ നല്ല മഴയാണെന്നുണ്ടായത്. രാവിലെ ഒന്നും ഉറങ്ങി എണീക്കാനേ പറ്റുന്നുണ്ടായിട്ട് നല്ല തണുപ്പും. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ എണീക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇന്നലെ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിനി. അപ്പം ആ അമ്പലത്തിൽ പോയൊരു ക്ഷീണവും കൂടിയായി. ഇന്നലെ രാത്രി കിടക്കാനും വൈകു. എല്ലാം കൂടി എനിക്ക് രാവിലെ എണീക്കാനേ പറ്റുന്നുണ്ടായിട്ട. എനക്കും കുഞ്ഞാക്കും അമ്മക്കും ഒരുപോലത്തെ ഡ്രസ്സ് കുറേ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വേറൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. അതാണെങ്കിൽ അമ്മക്കും കുഞ്ഞാവക്കും കറക്റ്റ് പാകാവുന്നുണ്ട്, എനിക്ക് ഒട്ടും പാകാവുന്നില്ല. ഞാനിപ്പം കുറച്ച് വണ്ണം വെച്ചോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടൈറ്റ്. അപ്പം ഞാനത് ഇട്ടിട്ട് ഞാൻ സ്റ്റിച്ച് അയക്കാനും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡ്രസ്സ് മാറ്റിയോണ്ട് തന്നെ അവരും ഡ്രസ്സ് മാറ്റി, മൂന്നാൾക്കും മാച്ചാക്കിയിട്ട് തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇന്ന് എൻ്റെ കണ്ണിൻ്റെ പോളക്കുരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ പറശ്ശിനി പോകുന്ന വീഡിയോ കണ്ടിട്ടില്ലവർക്ക് അറിയാം. അന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പോളക്കുരു. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. കറക്റ്റ് അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. 2 ദിവസം കഴിഞ്ഞിട്ടും കുറവില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനിടയിൽ അപ്പുറത്തുനിന്ന് ത്രിത് കുറേ നേരമായി വിളിക്കുന്നത്. ഓൻ ആ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് മണി കുഞ്ഞു എന്നെയും കുഞ്ഞാനും നമ്മളെ രണ്ടാളും ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ അപ്പുറത്തേക്ക് ഓനെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിട്ടാണ്. അമ്മയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ റെഡി ആയിട്ട് കുറേ നേരത്തെ എൻ്റെ തിരക്ക് കൂട്ടലിനൊടുവിലാണ് എല്ലാവരും ഇതാ റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കല് എൻ്റെ ഒരു ഹെയർ ഒന്ന് കെട്ടി വെക്കാനാണ്. എനിക്ക് പണ്ട് മുതലേ ഹെയർ കെട്ടാൻ അത്ര അറിയില്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒന്നിക്കലും മുടഞ്ഞിടും, അല്ലെങ്കിൽ സാധാ അയച്ചിടും, ചിന്നിക്കുന്ന എടുത്തിടും. അങ്ങനെ മാത്രമേ ഞാൻ കെട്ടേയില്ലൂ. അല്ലാണ്ട് എനിക്ക് കുറച്ച് മോഡലായിട്ടൊന്നും ഹെയർ കെട്ടാൻ എനിക്ക് ഒട്ടും അറിയില്ല. പിന്നെ എൻ്റെ ഹെയറും അത്ര ഒരു നീറ്റിൽ നിൽക്കാത്ത ഹെയറാണ്, കുറച്ചൊരു കേളി ഹെയറാണ്. ഇപ്പം ആണെങ്കിൽ കുറച്ച് കേളിയുമാണ്, എന്നാൽ കുറച്ച് സ്ട്രെയിറ്റുമാണ്. അങ്ങനെ ഒരു ഹെയർ ആയതുകൊണ്ട് തന്നെ ഒട്ടും എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല. ഒടുവിൽ ഞാൻ സാധാ പോലെ ഹെയർ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മെ നടന്നിട്ട് പോകുന്നത് കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് കാറ് വരൂല. അപ്പം അച്ഛൻ്റെ അമ്മേരെ വീടാണിത്. അപ്പം അമ്മമ്മേരെ വീട്ടിലാണ് കാറ് വെക്കല്. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങുമ്പോഴാണ് അക്കുവിനെ കണ്ടത്. അക്കു എൻ്റെ അച്ഛൻ്റെ കസിൻ ബ്രദറാണ്, അമ്മമ്മേരെ അനിയൻ്റെ മോൻ. അപ്പം അക്കു ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിട്ടാ. അവന് ചെറിയൊരു കൈവേദന ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിട്ടാ. അവൻ്റെ കൈ പൊളിഞ്ഞിട്ടുണ്ടായിനി. അപ്പം കുറേ നേരം നമ്മിങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ പറഞ്ഞു അമ്പലത്തിലേക്ക് ഞാനും വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അക്കുവിനെ കൂട്ടാൻ വേണ്ടി കുറച്ചു നേരം ആടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതാണ് അമ്മമ്മേരെ അനിയൻ. അക്കുവിനൊരു ഏട്ടൻ കൂടിയുണ്ട്. ഓനാണെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിനി. മെയിനായിട്ട് പോകുന്നത് കുഞ്ഞാവക്കും അമ്മക്കും മാടായിക്കാവ് വിളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് അമ്മമ്മ. കുഞ്ഞാവക്ക് കണ്ണിൻ്റെ ആ ഒരു പോളക്കുരു വന്ന സമയത്താണ് അമ്മമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായത്. അതാണെങ്കിൽ ഓൾക്ക് 2 പ്രാവശ്യം വന്ന സമയത്തും എടുത്ത് കളയേണ്ടി തന്നെ വന്നിട്ടുണ്ടായിനി. ഈ 2 കുരു വന്ന സമയത്തും ഓൾ കുറേ വേദന സഹിച്ചിട്ടുണ്ടായിനി. ഓൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ കണ്ണിന് ഈ കുരു വരുന്നുണ്ട്. അപ്പം ഡോക്ടറെ കാണിച്ച സമയത്തും ഡോക്ടർ എടുത്ത് കളയാണ്ട് വേറെ രക്ഷയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ചില സമയത്ത് ഓൾക്ക് തലവരെ വേദന എടുക്കലുണ്ട് ആ കണ്ണിൻ്റെ കുരു കാരണം. അപ്പം ഇനി ഒരു 3ാമത്തെ പ്രാവശ്യമെങ്കിലും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അമ്പലത്തിലേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. എൻ്റെ കുറച്ച് ബാക്കിലോട്ടേക്കായിട്ട് ആ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള പെയിൻ്റ് അടിച്ച വീടും എൻ്റെ അമ്മമ്മേരെ അനിയൻ്റെ വീടാണ്. എല്ലാവരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. അതിന് കുറച്ച് അപ്പുറത്തേക്കായിട്ട് തന്നെ ലക്ഷ്മി അമ്മമ്മേരെ വീടായി. അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ടേക്കായിട്ട് തന്നെ അമ്മമ്മേരെ അനിയത്തിരെ വീടായി. എല്ലാവരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ണിനും ഇതുപോലെ കുരു വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി പാരമ്പര്യമാണെന്ന്. പാരമ്പര്യമല്ല, കാരണം ഏറ്റവും ഫസ്റ്റ് വന്നത് കുഞ്ഞാവക്കാണ്. കുഞ്ഞാവക്ക് വന്നതിന് ശേഷം അച്ഛന് വന്നു, വേറെ ആർക്കുമില്ല. അച്ഛന് വന്നു, അതിന് ശേഷം എനിക്ക് വന്നു. പകർന്നതുമല്ല. ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ചെറുതായിട്ട് കാഴ്ചക്കുറവുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ എന്നോട് ഒരു ഡോക്ടറും എന്നോടായാലും കുഞ്ഞാനോടായാലും കാഴ്ചക്കുറവ് പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഇതെന്താണെന്ന് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല.
രാവിലെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ടൈം കുറേ ആയി. അക്കു ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്രേ. അങ്ങ് വരുന്നത് അമ്മമ്മയുടെ കസിൻ സിസ്റ്ററാണേ. നമ്മളെ കണ്ടിട്ട് ഇതാ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്നാണെങ്കിൽ കുറേ ആൾക്കാർ തൊഴിലുറപ്പിൻ്റെ പണി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവരോടും വർത്താനം പറഞ്ഞ് ആടിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അക്കു കുളിച്ച് വന്നിട്ടുണ്ടായിനി. അക്കുനാണെങ്കിൽ മുണ്ടെടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അച്ഛനിതാ മുണ്ടെടുത്തൊടുക്കുന്നേ. അക്കും അച്ഛനും രണ്ടാളും കസവിൻ്റെ മുണ്ടെടുത്തിട്ടാണ് ഉണ്ടായത്. അച്ഛൻ്റെ മുണ്ടിനാണെങ്കിൽ എന്തോ കറ എന്തോ പറ്റിയിട്ടുണ്ടായിന്. അത് ഇവിടെ വന്ന സമയത്താണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ആ കണ്ടത്തിലെ വരുന്ന സമയത്ത് ചളി എന്തെങ്കിലും തെറിച്ചതായിരിക്കും. അപ്പം കറ എന്തോ പറ്റിയോണ്ട് തന്നെ അച്ഛൻ്റെ മുണ്ട് ഇവിടെ അയച്ചു വെച്ചിട്ട് അച്ഛൻ അമ്മാവൻ്റെ മുണ്ടാന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായത്. അമ്മാവൻ അക്കുവിൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ്. പക്ഷെ ഞാനും കുഞ്ഞായും പണ്ട് മുതലേ അച്ഛൻ വിളിക്കുന്ന കേട്ടിട്ട് നമ്മയും അമ്മാവൻ തന്നെയാണ് വിളിക്കല്. ഈ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അമ്മമ്മേരെ അച്ഛനെയും അമ്മേനെയാണ്. രണ്ടാളും നല്ല അടിപൊളിയാണ്. അമ്മമ്മ എൻ്റെ അമ്മേനെ വിളിക്കല് പ്രശനേന്നാണ്. അമ്മേരെ പേര് പ്രസീന എന്നാണ്. പക്ഷെ അമ്മമ്മക്ക് പ്രസീനാന്ന് കിട്ടൂല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മേനെ പ്രശനേന്നാണ് വിളിക്കല്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൂടുതൽ അച്ഛൻ്റെ ഓർമ്മയില്ല. ആകെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് തന്നെ പണ്ട് ഞാൻ അംഗനവാടി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പരൊരു കുഞ്ഞിൻ്റെ വായിലിന് തെറിവിളി കെട്ടി ഞാൻ അതേപോലെ അമ്മേനെ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടായിനി. അപ്പം അമ്മയാണെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇതുവരെ അമ്മേനെ തെറിയൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് വിളിച്ചത്. അതെൻ്റെ അംഗനവാടിയിൽ പഠിക്കുന്ന സമയത്ത് ഒപ്പരൊരു കുഞ്ഞ് വിളിക്കുന്ന കേട്ടിട്ട് വിളിച്ചതാണ്. വീട്ടിലെത്തിയാടും അമ്മ എൻ്റെ വായിൽ പറങ്കി നല്ലോണം എടുത്ത് തേച്ചു. ഞാനാണെങ്കിൽ കരഞ്ഞോണ്ട് നേരിതാ ഈ വീട്ടിലേക്ക് ഓടി വന്നു, അതായത് അമ്മമ്മേരെ വീട്ടിലേക്ക്. അപ്പം ഞാനൊരു പാൻറ്റീസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ അന്നേരം ചെറിയ കുഞ്ഞാണ്. ഓടി വന്നിട്ട് അച്ചച്ചൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് മിണ്ടാണ്ട് ഒളിച്ചു നിന്നു. അച്ചച്ചനാണെങ്കിൽ കാര്യം എന്താണെന്നൊന്നും മനസ്സിലായിട്ടാ. അമ്മ വടിയെടുത്ത് വരുന്നത് മാത്രമേ കണ്ടിട്ടു. വടിയെടുത്ത് വരുന്ന അമ്മേനെ കണ്ടിട്ട് അച്ചച്ചൻ പറഞ്ഞു, കുഞ്ഞിനെ തല്ലല്ലണേന്ന് പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലായി കുഞ്ഞ് എവിടെയോ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ കുറേ നേരം എന്നെ പെരുതിയിട്ടാകുമ്പം കട്ടിലിൻ്റെ അടിയിൽ തന്നെ കിട്ടി. അമ്മയുടെ നിന്ന് കുറേ അടിയും കിട്ടി. പിന്നിലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ അപ്പോൾ അച്ചച്ചനും അമ്മമ്മക്കും ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തുള്ളൊരു ഓർമ്മയുണ്ട്. അച്ചച്ചൻ്റെ ഓർമ്മ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മമ്മയുടെ ഓർമ്മ കുറേ ഉണ്ട് കേട്ടോ. അമ്മമ്മ ഞാനൊരു 8, 9 ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിട്ടാണ് അമ്മമ്മ മരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാലാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇങ്ങനെ വരുന്നത്. ഒടുക്കം അക്കു ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. അതിനിടയിലാണ് അച്ചച്ചനെ കണ്ടിട്ടുണ്ടായത്. അച്ചച്ചൻ കടയിലേക്ക് പോവുകയെന്ന്. അച്ചച്ചനെ നമ്മൾ കുറേ വിളിച്ചിട്ടുണ്ടായിന് അമ്പലത്തിലേക്ക് വാന്ന് പറഞ്ഞിട്ട്. അച്ചച്ചനാണെങ്കിൽ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് അത്ര ഉഷാറില്ല. അതുകൊണ്ട് തന്നെ അച്ചച്ചനും വന്നിട്ടുണ്ടായിട്ട. എനിക്ക് ഈ കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കുറേ കളറിലുള്ള കുപ്പിവളയുണ്ട്. ഞാനാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയത് തന്നെ എടുത്തിട്ടു. ഡ്രസ്സിന് അത്ര മാച്ചൊന്നുമില്ല, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിനി. ഒരു വയലറ്റും ഗ്രീനും കളറിലുള്ള കുപ്പിവള. കുഞ്ഞാവക്ക് പിന്നെ ഈ കുപ്പിവളയെന്ന് അത്ര ഇഷ്ടമല്ല കേട്ടോ. ചില സമയത്ത് ഞാൻ നിർബന്ധിച്ചാലിടും, അല്ലാത്ത പക്ഷം ഓൾക്ക് അത്ര ഇഷ്ടമല്ല. ഓള് ഫുള്ള് ഒന്നിക്കൽ ഗോൾഡൻ കളറ്, അതുപോലെ സിമ്പിളായിട്ടുള്ള ജ്വല്ലറി മാത്രമേ ഓള് യൂസ് ആക്കുകയുള്ളൂ. നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടാ, നല്ലൊരു തണുത്ത കാലാവസ്ഥ. പക്ഷേ രാവിലെ അങ്ങനെയല്ല കേട്ടോ ഉണ്ടായത്. രാവിലെ ഞാൻ ഉറങ്ങിണിക്കുന്ന സമയത്ത് നല്ല മഴ, നല്ല ഇടിയും മിന്നലും നല്ല മഴയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഇന്നത്തെ പോക്ക് എന്തായാലും ക്യാൻസൽ ആവുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു 10 മണി 10:30 മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിന് കേട്ടോ. അത്ര നല്ലൊരു വെയിലുള്ള കാലാവസ്ഥയും അല്ല ഉണ്ടായത്. എനിക്കിതുപോലത്തെ നല്ല തണുത്ത കാലാവസ്ഥയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെയിലും ഇല്ല മഴയും ഇല്ല, നല്ലൊരു കാലാവസ്ഥ. അങ്ങനെ നമ്മൾ നേരെ ഓരോ വർത്താനം പറഞ്ഞും കൊണ്ട് അമ്പലത്തിലേക്ക് വിട്ടു. അമ്പലത്തിലേക്ക് അങ്ങനെ എത്താനായിട്ടുണ്ടേ. രാവിലെ ഇറങ്ങേണ്ട നമ്മയാണ്. ഇപ്പം ഇതാ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കുറേ ആൾക്കാർ ഇതുപോലെ വൈകുന്നേരം വരെ അമ്പലത്തിൽ ആൾക്കാരുണ്ടാവലുണ്ട്. വൈകുന്നേരം അത്ര കുഴപ്പമില്ല. ഇങ്ങോട്ടേക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. ആ ഒരു മലയെല്ലാം കണ്ട അങ്ങോട്ടേക്ക് നല്ല രസമാണ് കാണാൻ. ഞാനും കുഞ്ഞാവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടാന്നില്ലേ. എനിക്ക് ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ DJ പാട്ടൊന്നും കേട്ട് പോകുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്ക് നല്ല സ്ലോ ആയിട്ടുള്ള മെലഡി സോങ്സ് അങ്ങനത്തെ എല്ലാം കേൾക്കുന്നത് എനിക്ക് ഇഷ്ടം. പക്ഷെ കുഞ്ഞാവാണെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ടിൽ ഈ DJ പാട്ടെല്ലാം വെക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരും. അഥവാ മൈഗ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം മൊത്തം എനിക്ക് ആകെ എന്തോരു പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞാവ് DJ പാട്ട് വെച്ച സമയത്ത് ഞാൻ വെക്കാൻ വിട്ടിട്ടാണ്. ഞാൻ പറഞ്ഞു, സ്ലോ ആയിട്ടില്ല ഏതെങ്കിലും പാട്ട് വെച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനത്തെ പാട്ട് വെക്കല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചില സമയത്ത് ഇതുപോലെ ഭയങ്കര സൗണ്ടിലെല്ലാം പാട്ട് കേട്ടാൽ പെട്ടെന്ന് മൈഗ്രെയിൻ വരും. അങ്ങനെ നമ്മ ഇത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാന്നുണ്ടായത്. ചൊവ്വാഴ്ചയെല്ലാം അമ്പലത്തിൽ നല്ല ആൾക്കാരായിരിക്കും. കൂടുതലും ഈ ഒരു അമ്പലത്തിൽ ആ ഒരു മൂകാംബിക ഭാഗത്തിലെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവലുണ്ട്. അവരിങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ വരും. മൂകാംബിക അമ്പലത്തിൽ പോയതിന് ശേഷം ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നതും കുറേ ആൾക്കാരുണ്ട്.
അച്ഛനാണെങ്കിൽ കാറ് കുറച്ച് ദൂരത്തേക്ക് പാർക്കാൻ വേണ്ടി പോയിട്ടാന്നല്ലേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇട്ട് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ പുറത്ത് നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അകത്തേക്ക് പോകുമ്പോഴേക്കും നല്ല തിരക്കാണ്. നടയുടെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. ഞാനൊരു 2 ആഴ്ച മുന്നേ വന്ന സമയത്ത് ഇത്ര ആൾക്കാരുണ്ടായിട്ടാ. ഇന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും അമ്പലത്തിൽ വിശേഷപ്പെട്ട ദിവസമായിരിക്കും, അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ആൾക്കാരാണ് ഉണ്ടായത്. ഈ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ അതൊന്ന് വേറെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിലത്തെ ഓരോരോ ആ പ്രാർത്ഥനയും എല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. എവിടെയാണെങ്കിലും മലയാളികളെക്കാളും ഏറ്റവും കൂടുതൽ കർണാടകക്കാരാണ്. കർണാടകക്കാർ കുറേ പേരുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് കാലെല്ലാം കഴുകി നേരെ അമ്പലത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴേ നടയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് പുഷ്പാഞ്ജലിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിപ്പിക്കാനുണ്ടായിനി. അത് കഴിപ്പിക്കാനും അത്യാവശ്യം വലിയൊരു ക്യൂവിൽ തന്നെ പോയി നിൽക്കണം. അമ്മയാണെങ്കിൽ നേരത്തെ പോയിട്ട് ക്യൂവിൽ പോയി നിന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴേ ഈ ആൾക്കാരുടെ തിരക്കിനിടയിൽ ഇപ്പോഴേ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തീരുന്നു തോന്നുന്നില്ല. അങ്ങനെ കുറേ നേരം ഞാനും കുഞ്ഞാവും അക്കുവും അവിടെ തന്നെ നിന്നു അമ്മേനെയും കാത്തിട്ട്. കുറേ നേരം അമ്മേനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ഒടുവിൽ അമ്മേനെ കാണാത്തതുകൊണ്ട് തന്നെ നമ്മ അപ്പുറം ഭാഗം പോയിരുന്നു. അപ്പുറത്തു നിന്നാണെങ്കിൽ അവർ അമ്പലത്തിലത്തെ ആ ഒരു പ്രാർത്ഥന ചൊല്ലിയെന്ന്. അങ്ങനെ ഞാനും കുഞ്ഞാവും അക്കുവും അവിടെ ഇരുന്നും കൊണ്ട് ആ പ്രാർത്ഥനയും കേട്ടിരുന്നു. കുറേ നേരം ആ പ്രാർത്ഥന കേട്ടിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കേട്ട് ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നും കൊണ്ട് ഉറക്കം നോക്കി. 2 ആഴ്ച മുന്നേ ഈ ഒരു അമ്പലത്തിൽ വന്ന സമയത്ത് നമ്മങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിട്ടാ. അന്ന് ആൾക്കാർ നന്നേ കുറവാണ് ഉണ്ടായത്. ഇപ്രാവശ്യം ആണെങ്കിൽ നല്ല ആൾക്കാരുണ്ടായത് തന്നെ വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ട് നടയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത്ര നേരമായിട്ടും പുഷ്പാഞ്ജലിയുടെ ആ ഒരു ക്യൂ ഒന്നും തീർന്നിട്ടില്ല. അമ്മയാണെങ്കിൽ വരണത്രേ. കുറേ നേരം പ്രാർത്ഥനയും കേട്ട് നമ്മ അപ്പുറത്തെ ഭാഗം പോയിരുന്നു. ആടെ ഇരുന്നാൽ ചിലപ്പം അമ്മക്ക് നമ്മളെ കണ്ടുവെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അപ്പുറം ഇരുന്നിട്ട് നേരെ അമ്മ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നിടത്ത് പോയി കുറച്ചു നേരം ഇരുന്നു. ഇല്ലെങ്കിൽ നമ്മ എല്ലാവരും വേറെ വേറെ ആയിപ്പോവും. നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വേറെ, ഞാനും കുഞ്ഞാവും അക്കുവും വേറെ തന്നെ ആയിപ്പോവും. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതിട്ടുണ്ട്. ഞാൻ അകത്ത് കയറിയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. അകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് നിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ. കുഞ്ഞാവക്കും അമ്മക്കും ഈ ഒരു വിളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. അങ്ങനെ രണ്ടാളും കൂടി ആ വിളക്ക് കൊടുക്കുകയെന്നെ. ഈ ഒരു അമ്പലം പോലെ തന്നെ ഈ മൂകാംബിക അമ്പലത്തിലും എത്ര പോയാലും വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നിക്കുന്ന ഒരു അമ്പലമാണ് മൂകാംബിക. അവിടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നുകൂടി പോകണമെന്നൊരു ആഗ്രഹം വീണ്ടും വരും. ഞാൻ അവിടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പണ്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പോയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഹൃത്തേട്ടൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. എനിക്ക് അവിടെ എത്ര പോയാലും എനിക്ക് മതി വരലില്ല. വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ നമ്മ മാത്രം മൂകാംബികയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. മൂകാംബിക അമ്മേനെ ഒരു സമയത്ത് നമ്മളെ വിളിക്കും എന്നാണ് പറയല്. കുറച്ച് മാസം മുന്നേ സുഹൃത്തേട്ടൻ്റെ കസിൻ സിസ്റ്റർ മാരേജ് ഉണ്ടായിനി. അപ്പം മാരേജിന് 1 മാസം മുന്നേ ഞാൻ സുഹൃത്തേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോവാം, മൂകാംബികയിലേക്ക് പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് ഒരു ദിവസം പോകാമെന്നുള്ളിടത്തേക്ക് എത്തിയതാണ്. പിന്നെ ആണെങ്കിൽ കുറേ തടസ്സങ്ങൾ കാരണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയിട്ട. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടായിനി. ഇനിയിപ്പം കുറച്ചൊന്ന് തിരക്കെല്ലാം കഴിഞ്ഞ് മെല്ലെ ഒന്ന് മൂകാംബികയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമെല്ലാം ഉണ്ട്. ഇതുവരെ ആയിട്ടും മൂകാംബിക അമ്പലത്തിലേക്ക് പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പോകാത്തവരാണെങ്കിൽ ഒരു ദിവസം പോയി നോക്കണം. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാവും. പക്ഷെ അങ്ങോട്ടേക്ക് പോയാലില്ലേ എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു മൂകാംബിക ഭാഗത്തിലെ ഫുഡ് പിടിക്കുകയില്ല. അതായത് അവിടെ പച്ചരിയുടെ റൈസാണ്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ സുഹൃത്തേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. സുഹൃത്തേട്ടൻ മുന്നേ ബാംഗ്ലൂർ കുറച്ച് നാളുണ്ടായിനി. ആ ഒരു സമയത്ത് ഈ ഒരു പച്ചരിയുടെ റൈസ് തന്നെയാണ് കഴിക്കൽ. അതുകൊണ്ട് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഒട്ടും പിടിക്കില്ല. എനിക്ക് പച്ചരിയുടെ റൈസ് അത്ര വലിയൊരു ഇഷ്ടമല്ല. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഫുഡിന് എനിക്കൊരു പ്രശ്നം വരലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് പരമാവധി കഴിക്കലേ ഇല്ല. ആ ഒരു ഭാഗത്തേക്ക് പോയാൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഫുഡ് കഴിക്കലാണ്. പഞ്ചവടിയിൽ കഴിയുന്ന സമയത്ത് ഒരു പൊന്ന് ക്രിസ്ത്യനെ കണ്ടപ്പോൾ എനിക്ക് അതിനെക്കട്ട് എല്ലാവരും മോഹിച്ചു പോയി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിനെ കണ്ണീരവും കണ്ടമയം ചെയ്ത രാമനോട് പറഞ്ഞത് എനിക്കുള്ളതാണ്. ഈ നാട്ടിലെ വസ്ത്രം മാറ്റിയ ലക്ഷണം മാറ്റി ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷ്മണൻ ആർക്ക് പറയുമ്പോൾ ലക്ഷ്മണ രേഖ കടന്നു വെച്ചാലാണ് അങ്ങനെ നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയി പ്രസാദം മേടിക്കണം.
അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് അമ്മ ഇതാ പ്രസാദം മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നേ. ഇത്ര നേരം നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ പോകാൻ നിൽക്കുമ്പോഴേക്കന്നെ ചെറുതായിട്ട് മഴ പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നല്ല മഴ തന്നെ പെയ്യുന്നു തോന്നുന്നുണ്ട്. പ്രസാദം മേടിക്കാൻ കുറേ നേരം അമ്മ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല തിരക്കാണ് ഉണ്ടായത്. അങ്ങനെ ഞാനും കുഞ്ഞാവെ അക്കുവും കൂടി നേരെ ചന്തയിലേക്ക് നടന്നു. അമ്മ പ്രസാദം മേടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരെ ചന്തയിലേക്ക് പോയി. അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായ കാര്യമാണ് മോളെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അച്ഛന് വായിക്കാൻ എന്തെങ്കിലും ബുക്ക് മേടിക്കണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ബുക്ക് മേടിച്ചു. അച്ഛൻ ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ട്രോക്ക് വന്നതിന് ശേഷം അച്ഛൻ അങ്ങനെ ആദ്യം പോലില്ല. അച്ഛൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല, എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം സ്ട്രോക്ക് വന്നതിന് ശേഷം അച്ഛൻ ആദ്യം പോകാൻ വേണ്ടി പറ്റില്ല. അപ്പം ചില സമയത്ത് ഈ വായിച്ച ബുക്ക് തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ഞാനിങ്ങനെ എന്തെങ്കിലും ബുക്ക് കിട്ടിയാൽ അത് നേരെ അച്ഛനെ കൊണ്ട് കൊടുക്കും. അച്ഛനത് ഭയങ്കര സന്തോഷമാണ്, വായിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചന്തയിൽ പോയി അച്ഛന് വേണ്ട ബുക്കെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ പോയത് കുറേ ബേക്കറി പലഹാരങ്ങൾ വിൽക്കുന്നുണ്ടായിന്. അങ്ങനെ അത് നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ നിന്ന് ഞാനിതാ കുറച്ച് പലഹാരം മേടിച്ചിട്ടുണ്ട്. അരിയുണ്ട, പരിപ്പ് വട, അങ്ങനെ കുറച്ച് പലഹാരം മേടിച്ചിട്ടുണ്ടായിന്. കുറേ നേരമായി അച്ഛനെയും അമ്മേനെയും കാത്ത് നമ്മയുടെ ഇങ്ങനെ ഇരിക്കുന്നത്. അവരാണെങ്കിൽ പ്രസാദം മേടിക്കാൻ വേണ്ടി പോയിട്ടാന്നേ ഇല്ലേ. അങ്ങനെ അച്ഛനും അമ്മയും പ്രസാദമെല്ലാം മേടിച്ച് വരുമ്പോഴേക്കും നല്ല മഴ ഇതാ പെയ്തു. അമ്പലത്തിൽ പോകുമ്പോൾ മുണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുണ്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. മുണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞ് വീഴലാന്ന് പണി. നടയുടെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് മുണ്ട് അഴിഞ്ഞിട്ട് അതിനിടയിൽ അച്ഛൻ കൊടുത്തു. ഇപ്പം ആണെങ്കിൽ അച്ഛൻ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടാന്നല്ലേ, അതിനിടയിൽ തന്നെ അവൻ്റെ മുണ്ട് അഴിഞ്ഞ് വീഴുകയും ചെയ്തു. ഒടുവിൽ കുഞ്ഞാവ് എങ്ങനെയല്ലോ കൊടുത്തിട്ടുണ്ട്. കുറേ നേരം മഴയൊന്ന് കുറയട്ടെന്ന് വിചാരിച്ചിട്ട് ആ അമ്പലപ്പറമ്പിൽ തന്നെ നിന്നു. ഒടുവിൽ മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പം അച്ഛനും അമ്മയും കൂടി വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിനെ. അക്കുനാണെങ്കിൽ ഈ മുണ്ട് ഉടുത്തിട്ട് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയല്ലോ മുണ്ടതാ വാരി കൂട്ടി പിടിച്ചിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ ഓൻ നടന്നു പോകുന്ന സമയത്ത് വഴുതി വീഴാനും ആയിട്ടുണ്ടായിനി. കുഞ്ഞാവ് പിടിച്ചിട്ടില്ലെങ്കിൽ താഴേക്ക് തട്ടി. അപ്പോഴേക്കും ഒരു ഉച്ച ആയിട്ടുണ്ടായിനി. എല്ലാവരും ചോറ് കഴിക്കേണ്ട ക്യൂ നിൽക്കുകയെന്നേ. നമ്മയാണെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിട്ടാ. അച്ഛൻ ഉച്ചയ്ക്ക് ശേഷം അടുത്തേക്കും അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഫുഡിൻ്റെ ക്യൂവും കൂടി നിന്നെങ്കിൽ എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു. കുറച്ചധികം നേരം എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരും. നമ്മൾ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു വലിയ ക്യൂ ആണ് ഉണ്ടായത്. അപ്പം ക്യൂവിൽ നിന്ന് എന്തായാലും ഫുഡ് കഴിക്കുമ്പോഴേക്കും അച്ഛന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ വിട്ടു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് വിശന്നുകൊണ്ട് തന്നെ ഞാൻ ആടെ നിന്ന് മേടിച്ച പലഹാരമെല്ലാം എടുത്ത് കഴിച്ചു. ആ ഒരു പരിപ്പ് വട നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പരിപ്പ് വട, അതുപോലെ തന്നെ അരിയുണ്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിന്. ആ ഒരു നല്ല മഴയത്ത് കാറിലിരുന്ന് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിന്. അങ്ങനെ നമ്മൾ ഓരോ വർത്താനവും പറഞ്ഞ് ഓരോ ഹോട്ടലും നോക്കി പോയി. അക്കു ആണെങ്കിൽ കാറിൽ കയറിയാടും മുണ്ടെല്ലാം എടുത്ത് വാരിക്കൂട്ടി കൈമ പിടിച്ചിട്ടുണ്ടായിന്. അവനാണെങ്കിൽ അത് ഉടുത്തിട്ട് ഒട്ടും ശരിയായിട്ടാ. കുഞ്ഞാവേന അക്കു കുട്ടൂസേന്നാണേ വിളിക്കല്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാവക്ക് കുറേ പേരുണ്ട്. അവളെ ശരിക്കും പേര് നീരജ എന്നാണ്. പിന്നെ നമ്മൾ വീട്ടിൽ വിളിക്കൽ കുഞ്ഞാവ. നമ്മൾ കുറച്ച് ആൾക്കാർ അവളെ കുഞ്ഞാവെന്ന് വിളിക്കും. അതുപോലെ തന്നെ കുട്ടിമാണി എന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുട്ടൂസേന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അവൾക്ക് കുറേ പേരുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ പരമാവധി ലെങ്ത്തിൽ എടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ രാവിലത്തെ എൻ്റെ ആ ഒരു ഉറക്ക് കാരണം രാവിലത്തെ ആ ഒരു ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി നേരെ ഫുഡ് കഴിക്കണം, നേരെ വീട്ടിലേക്ക് പോകണം. അത്ര ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആണെന്നുള്ളത് നിങ്ങളെ കമൻസിലായാലും വ്യൂസിലായാലും എനിക്ക് മനസ്സിലാവലുണ്ട്. ഇനി അടുത്ത വ്ളോഗ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരെ ഇതാ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയാടും മുണ്ടെല്ലാം വാരിക്കൂട്ടി പിടിച്ചിട്ട് അക്കുത നടക്കുന്നുണ്ട് ഹോട്ടലിലേക്ക്. ഓനാണെങ്കിൽ അത് ഒട്ടും കംഫർട്ടല്ല, എങ്ങനെയല്ലോ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തും കൊണ്ടും മോൻ അടിയിൽ ആ ഒരു ഷോർട്ട്സ് ഇടാൻ തോന്നിയത് ഓൻ്റെ ഭാഗ്യം. ഹോട്ടലിലാണെങ്കിലും അങ്ങനെ അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ, നമ്മളൊരു ഫാമിലി മാത്രമേ ഉണ്ടായിട്ടു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിലാണെങ്കിലും വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. അധികം നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഹോട്ടലിലേക്കാണ് കയറൽ. ഇത് നടത്തിക്കുന്നതും മലയാളീസ് അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അധികവും മംഗലാപുരം ഭാഗത്തുള്ള ആൾക്കാരാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരലെന്നുള്ളത്. ഈ ഒരു ഹോട്ടൽ നടത്തിക്കുന്നതും കർണാടകക്കാർ തന്നെയാണ്. കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹോട്ടലിൽ കയറിയാടും എൻ്റെ കണ്ണ് ഏറ്റവും ഫസ്റ്റ് പോയത് ഉപ്പിലിട്ട ഐറ്റംസിലേക്കാണ്.
അങ്ങനെ നമ്മൾ എന്തെല്ലാം ഫുഡാന്നുള്ളതെന്ന് നോക്കി. എനിക്കാണെങ്കിൽ ഈ പൊറോട്ട അത്ര വലിയൊരു ഇഷ്ടമല്ല. ഞാൻ പണ്ട് മുതലേ കഴിക്കില്ല പൊറോട്ട. അപ്പം അച്ഛനും അമ്മയും പൊറോട്ടയാന്ന് പറഞ്ഞിട്ടുണ്ടായത്. കുഞ്ഞാവെ അക്കും ഫ്രൈഡ് റൈസും ഞാൻ ന്യൂഡിൽസും കൂടിയാന്ന് പറഞ്ഞിട്ടുണ്ടായത്. കുറേ പേര് അഭ്യർത്ഥന മാനിച്ച് ഞാനിപ്പം എൻ്റെ ഐബ്രോസ് കുറച്ചൊന്ന് തിന്നാക്കിയിട്ടുണ്ട്. സ്വതവേ പണ്ട് മുതലേ എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐബ്രോസ് തന്നെയാണ്. എനിക്കങ്ങനെ ഷേപ്പ് ചെയ്യേണ്ടി വരലില്ല. അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവില്ലേ. പക്ഷേ ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കലുണ്ട്. അപ്പം ചിലവരെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിനി, ഏച്ചിക്ക് ഡാർക്ക് ഐബ്രോസിനേക്കാളും ചേരുന്നത് കുറച്ചൊന്ന് തിന്നായിട്ടുള്ള ഐബ്രോസ് ആണെന്നുള്ളത്. അപ്പം ഞാൻ കുറച്ചൊന്ന് എൻ്റെ ഐബ്രോസ് തിന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പുറത്താണെങ്കിലും നല്ല മഴയാണ് ഉണ്ടായത്. മഴയാണെങ്കിൽ കുറയുന്ന മട്ടില്ല. നമ്മ ഹോട്ടലിലേക്ക് എത്തിയ സമയത്തും അവർ ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്രേ. അങ്ങനെ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ഫുഡ് ഇതാ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ നൂഡിൽസ് കുറച്ചധികം കരിഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ആ ഒരു പുകയുടെ സ്മെല്ലൊട്ടും പിടിക്കുന്നുണ്ടായിട്ടാ. ആ ഒരു കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കുറച്ചധികം തന്നെ കരിഞ്ഞിട്ടുണ്ടായിനി. അപ്പം എനിക്കതൊട്ടും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അച്ഛൻ അതിൻ്റെ ഓണറെടുത്ത് പറഞ്ഞു, നല്ലോണം കരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു കയ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ഒന്നുകൂടി കുക്ക് ചെയ്തിട്ടുണ്ടാക്കി തന്നു. ഒട്ടും കഴിക്കാനേ പറ്റുന്നുണ്ടായിട്ട്. അതിൻ്റെ ആ ഒരു പുകമണവും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കയ്പ് കൂടിയാണ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഒന്നുകൂടി ആക്കി തന്നിട്ടുണ്ടായിനി. ഇതന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുഡ് തന്നെ കിട്ടിയത്. ഇനിയിപ്പോൾ അവർ ഒന്നുകൂടി ആക്കുമ്പം കുറച്ചധികം ടൈം വീണ്ടും എടുക്കും. എനിക്ക് നല്ല വിശക്കുന്ന സമയത്ത് തന്നെ ഫുഡ് കിട്ടണം. ആ ഒരു സമയം കുറച്ചൊന്ന് വൈകിയാൽ പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ഉണ്ടായ വിശപ്പ് അത്ര ഉണ്ടാവില്ല. അങ്ങനെ അവർ ന്യൂഡിൽസ് ഒന്നുകൂടി റെഡിയാക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും കുഞ്ഞാരുടെ അടുക്കുന്നെല്ലാം കുറച്ച് ഫുഡ് എടുത്തെടുത്ത് കഴിച്ച് ടൈം അങ്ങ് കളഞ്ഞു. നമ്മ ഹോട്ടലിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞാടും വേറൊരു കപ്പിൾസ് കൂടി വന്നിട്ടുണ്ടായിനി. അവരും ന്യൂഡിൽസ് തന്നെയാന്ന് പറഞ്ഞത്. പക്ഷെ അവരൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇത് കഴിക്കുന്നുണ്ടായിനി. എനിക്കാണെങ്കിൽ ഇതൊട്ടും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മ അത് ഓണറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ ആ കപ്പിൾസ് ഒരു പ്രശ്നമില്ലാണ്ട് അതെടുത്ത് കഴിക്കുന്നുണ്ടായിനി. എനിക്കാണെങ്കിൽ അതിൻ്റെ രുചി ഒട്ടും പിടിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ആകെ ഒരു പുകമണവും ആ ഒരു കരിഞ്ഞതും എല്ലാം കണ്ടപ്പോഴേക്കും എനിക്ക് ആകെ പിന്നെ ആ ഒരു വിശപ്പേ പോയിനി. രണ്ടാമത് അവർ ഫുഡാക്കി കൊണ്ടുവന്ന സമയത്ത് എനിക്ക് അത്ര കഴിക്കാൻ പറ്റിയിട്ട. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുഞ്ഞാവയും അക്കും അമ്മയും അച്ഛനും എല്ലാവരും കൂടി എടുത്തെടുത്ത് അതെങ്ങനെയല്ലോ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. കാറിലേക്ക് എത്തിയാടും അക്കും അതാ മുണ്ടെല്ലാം അയച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുവിധം മഴയെല്ലാം കുറഞ്ഞ് നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ടായിനെ. അക്കു ആണെങ്കിൽ കാറിൽ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും എൻ്റെ മടിയിൽ ഇതാ കിടന്നുറങ്ങി. കാറിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കാറിൽ കയറി കഴിഞ്ഞാൽ ഉറക്കം വരും. ഇപ്പം ഫുഡെല്ലാം കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഞാൻ പെട്ടെന്ന് കാറിൽ കിടന്നുറങ്ങും. ഇന്ന് പിന്നെ രാവിലെ ഞാൻ എണീക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിട്ടാ. കാറിൽ നിന്നല്ല, ഇപ്പം ബസ്സിലായാലും ഒരു ചെയറിൽ പോയിട്ടിരുന്നാലും ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്നൊരു കൂട്ടത്തിലാണ്. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. കുറച്ചു നേരം സംസാരിച്ചിരുന്നാൽ ചിലപ്പോൾ ഞാൻ ആ സംസാരിച്ചമ്മലേ അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കങ്ങനെ ഉറങ്ങാൻ എനിക്ക് അത്ര വലിയ ടൈമൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് ഉറങ്ങും. പക്ഷെ കുഞ്ഞാവെന്നെല്ലാം പറഞ്ഞാൽ ഉറങ്ങാൻ കുറേ ടൈം എടുക്കും. ഓൾ കുറേ നേരം വർത്താനം പറഞ്ഞ് ഓൾക്ക് ഉറക്കം നന്നേ കുറവാണ്. കുഞ്ഞാവും അച്ഛനും ഏകദേശം ഒരേ ടൈപ്പാണ്. അവർക്ക് രണ്ടാൾക്ക് ഉറക്കം കുറവാണ്. പക്ഷെ ഞാനും അമ്മയും പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെ നമ്മൾ നേരെ ഇതാ അക്കൂരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോഴേക്കും സമയം അത്രയും ആയിട്ടുണ്ടായിട്ടു, ഒരു 2 മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിട്ടു. വീട്ടിലെത്തിയവിടെ മുണ്ട് അയച്ച് ചാടീനോൻ. ഇത്ര നേരം ആ ഒരു മുണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. മുണ്ടും ഷർട്ടെല്ലാം അയച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞായും കൂടി നേരെ വീട്ടിലേക്ക് നടന്നു. അച്ഛനും അമ്മയും ആടുന്ന അമ്മായിനോട് വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും വേഗം വീട്ടിലേക്ക് നടന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മളെ ഗോപാലേട്ടനെ കണ്ടിട്ടുണ്ടായത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഗോപാലേട്ടനോട് വർത്താനം പറഞ്ഞു. എൻ്റെ വീഡിയോസിൽ ഗോപാലേട്ടൻ്റെ വൈഫിനെ കൂടി കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം മുന്നേ ഗോപാലേട്ടൻ വീഡിയോയിൽ നിൽക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ ആൾക്ക് ഭയങ്കര നാണക്കടാണ്. ഇന്ന് അറിയാതെ വന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടാടും നാണക്കടായിട്ട് മോളെ ഇതൊന്ന് ഗോപാലേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ്. കുഞ്ഞാവാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടായിട്ടാ. കുഞ്ഞാവ് പറഞ്ഞു ചേച്ചീനെ കൊണ്ട് കൊടുക്കുക, ചേച്ചീനെ വീഡിയോയിൽ കിട്ടട്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ നേരെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയാടും കുഞ്ഞാവക്ക് കുറേ നോട്ട് എഴുതാനുണ്ടായിന്. അവൾ വീട്ടിലേക്ക് എത്തിയാടും നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിന്. ഹെഡ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനിടയിൽ പറശ്ശിനിയിൽ നിന്ന് മേടിച്ചു തന്നെ. ഇതുകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ്. പക്ഷെ നമ്മൾ സ്വയം ആക്കുന്നതിനേക്കാളും കൂടുതൽ സുഖം വേറൊരാളാക്കി തരുമ്പോഴാണ്. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശ്രമിച്ചു. ഇനിയിപ്പം അച്ഛനാണെങ്കിലും ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അടുത്തേക്കോ പോയിട്ടാന്നുണ്ടായത്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാറ്റും പോയിട്ടാന്നുണ്ടായത്. ഇനിയിപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛന് മേടിച്ച ബുക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ മസാജ് ചെയ്തു. നല്ല സുഖമുണ്ടായിരുന്നു അത് വെച്ച് മസാജ് ചെയ്യാൻ വേണ്ടി.
കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും അതാ നല്ല മഴ. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് ഞാനതാ ബുക്കും കൊടുത്തു. അങ്ങനെ അച്ഛൻ ആടെ ഇരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്. ബുക്ക് കിട്ടിയപ്പോൾ തൊട്ട് വായിക്കാൻ തുടങ്ങിയതാണ്. അച്ഛൻ ഇങ്ങനെ വായിക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഏതായാലും നല്ല വലിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എനിക്കിനിയിപ്പോൾ നേരെ പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാലേ ഒന്ന് സമാധാനമാവുള്ളൂ. എൻ്റെ തലയിൽ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഡാൻഡ്രഫ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് വന്നാൽ ഞാൻ അധികവും ഈ ഒരു കേടും കടുകുമാണ് തലയിൽ യൂസ് ആക്കൽ. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഒന്ന് തലയിൽ ആ ഒരു പാക്കലിടണം. അതിന് ശേഷം നേരെ പോയി കുളിക്കണം. ചെറുതായിട്ട് ഡാൻഡ്രഫ് വരാൻ തുടങ്ങുമ്പോഴേ ഞാൻ ഈ ഒരു പാക്ക് തലയിലിടും. അപ്പറൽ ഇപ്പം അത്യാവശ്യം നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് നല്ല മഴയാണ് ഉണ്ടായത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് കൂടി ഇട്ടോ.